ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റിലേക്ക് കിടക്കാം. ഈ ആഴ്ച മാർക്കറ്റിൻ്റെ വീക്ക്ലി സമ്മറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ന്യൂസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ച എല്ലാ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എല്ലാ ദിവസവും നല്ല ട്രേഡ് വേക്ക് ആയിരുന്നു. നിഫ്റ്റി 25,114 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 108 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 139 പോയിൻറ്റ്സ് ഉയർന്ന് 54,809 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 183 പോയിൻറ്റ്സ് ഉയർന്ന് 58,227 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 114 പോയിൻറ്റ്സ് ഉയർന്ന് 17,989 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 10.12 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 355 പോയിൻറ്റ്സ് ഉയർന്ന് 81,904 ക്ലോസ് ചെയ്തത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,556 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും അതിൽ വിപരീതമായി ഇന്ന് ബൈയിലായിരുന്നു. 129 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് FIIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. DII FII ആഴ്ചയുടെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DII ബൈയിലായിരുന്നു. ആകെ 13,703 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ടാണ് DIIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. FII ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ഇന്ന് 2 ദിവസം ബൈയിലായിരുന്നു, ബാക്കി 3 ദിവസം സെല്ലിലായിരുന്നു. ആകെ FII 3,577 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,773 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,868 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,973 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,005 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,114 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഈ ആഴ്ച ആകെ 373 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടാക്കിയത്. 1.51% റാലി നടത്തി. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,114 നിൽക്കുമ്പോൾ 6.21% റാലിയാണ് നിഫ്റ്റിയിൽ ഈ വർഷം കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ 25,810 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,114 നിൽക്കുമ്പോൾ 0.48% ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. ലോസ് കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ 12 മാസത്തെ ഡേറ്റയിൽ. ഈ ആഴ്ചത്തെ മറ്റുള്ള സമ്മർ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് 1.28% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2.02% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.90% റാലി നടത്തി. ആൻഡ് സെൻസെക്സ് 1.48% റാലിയാണ് ഈ ആഴ്ചത്തെ മൊത്തം മാർക്കറ്റിൻ്റെ ന്യൂസിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ സെക്ടേഴ്സും ഈ ആഴ്ച ഫുള്ളി ഉള്ള സമ്മറിയിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും സ്ക്രീനിൽ കാണുന്ന ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 122 പോയിൻറ്റ്സ് ഉയർന്ന് 26,866 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,940 ക്ലോസ് ചെയ്തപ്പോൾ 113 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 184 പോയിൻറ്റ്സ് ഉയർന്ന് 26,363 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG എന്ന 400 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത്. 56,557 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ എന്ന് 14,747 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,074 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 107 പോയിൻറ്റ്സ് ഉയർന്ന് 36,110 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 6 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1621 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ എന്ന് 90 പോയിൻറ്റ്സ് ഉയർന്ന് 9,883 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,091 ക്ലോസ് ചെയ്തത്. 4.60% റാലി നടത്തി. 4 പോയിൻറ്റ് ഉയർച്ചയാണ് ഉണ്ടായത്. നിഫ്റ്റി ഫാർമ 117 പോയിൻറ്റ്സ് ഉയർന്ന് 22,341 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 19 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്, 7,057 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 884 ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഈ ആഴ്ചയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി സമ്മറി എടുത്തു കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും ഈ ആഴ്ച ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 2.07% റാലി നടത്തി. നിഫ്റ്റി എനർജി 1.87% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1.83%. നിഫ്റ്റി FMCG 0.47%. നിഫ്റ്റി ഹെൽത്ത് കെയർ 1.79%. നിഫ്റ്റി ഇൻഫ്ര 1.32%. നിഫ്റ്റി IT 4.26%. നിഫ്റ്റി മീഡിയ 0.04%. നിഫ്റ്റി മെറ്റൽ 2.09%.
Nifty Oil and Gas 1.44%, Nifty Pharma 1.90%, Nifty PSU Bank 2.94%, and Nifty Reality 1.36% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. ഇത് ഈ ആഴ്ചത്തെ വീക്ക്ലി സമ്മറിയാണ് കാണിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1407 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1378 കമ്പനികൾ റെഡിലാണെന്ന് ക്ലോസ് ചെയ്തത്. ഗെയിനേഴ്സ് ലൂസേഴ്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബെൽ 3.71% റാലി നടത്തി, ബജാജ് ഫിനാൻസ് 3.34%, ബജാജ് ഫിൻസ് 2.23% റാലി നടത്തി, ഹിൻഡൽകോ 2.05%, ഏഷ്യ മോട്ടോഴ്സ് 1.73%, ആക്സിസ് ബാങ്ക് 1.66%, ശ്രീറാം ഫിനാൻസ് 1.60%, മാരുതി 1.40%, ടാറ്റ മോട്ടോഴ്സ് 1.18% and ICICI ബാങ്ക് 1.13% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 1.90% ഫോൾ ഉണ്ടായി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.53%, ഇൻഡസിൻഡ് ബാങ്ക് 1.02%, ബജാജ് ഓട്ടോ 1.97%, ട്രെൻഡ് 0.81%, വിപ്രോ 0.75%, ഏഷ്യൻ പെയിന്റ് 0.60%, ടൈറ്റൻ 0.52%, ഭാരതി എയർടെൽ 0.49% ആൻഡ് അദാനി എൻ്റർപ്രൈസസ് 0.41% ഫോൾ ആണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ന്യൂസ് ചാനലിൽ കൂടി ഒരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതല്ല. ഇതൊരു പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ സമ്മറൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ എൻ്റെ സ്റ്റഡി പർപ്പസിന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായ രീതിയിൽ ആവുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ മെയിനുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. വരുന്ന തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.